ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ഒത്തിരി അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ട്രെയിനി നേഴ്സിൻ്റെയാണ് കേട്ടോ. ഒരുപാട് പേര് ഇവിടെ ഫാമിലി വിസയിലൊക്കെ വന്നിട്ട് പിന്നെ ഗ്യാപ്പ് വന്ന് QCHP ലൈസൻസ് എടുക്കാതിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ട്രെയിനി നഴ്സിന്റെ ഒരു ഓപ്പണിങ്സ് കണ്ടിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെന്റർ ആണ് കേട്ടോ. നമ്മുടെ കുട്ടീസ് മെഡിക്കൽ സെന്റർ, ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെന്റർ അവര് ട്രെയിനി നഴ്സിന്റെ പിന്നെ ഇതിട്ടിട്ടുണ്ട്, ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഗ്യാപ്പുള്ള ആൾക്കാരെ ട്രെയിനിങ്ങിന് വേണ്ടി നോക്കുന്നവര് ഡോക്ടർ കുട്ടീസ് മെഡിക്കൽ സെന്ററിന്റെ സൈറ്റ് നോക്കുക. ഇല്ലെങ്കിൽ അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും വേണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ അവർ സ്റ്റാഫ് നഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെർമ നഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി മെഡിക്കൽ സെന്ററിന്റെ ഇൻഫർമേഷൻ വേണ്ടവര് കമന്റ് ഇടുക കേട്ടോ. പിന്നെ അടുത്ത വേക്കൻസി അമാൻ ഹോസ്പിറ്റലിന്റെയാണ് കേട്ടോ. അമാൻ ഹോസ്പിറ്റലില് OR ഷെഡ്യൂളറിന്റെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഇന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് 2/11/2025 കേട്ടോ. പൊസിഷന്റെ പേര് OR ഷെഡ്യൂളർ എന്നാണ്. അതിന്റെ പിന്നെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് പിന്നെ ഡിപ്ലോമ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ട് OR ഷെഡ്യൂളിങ്ങിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം OR ഷെഡ്യൂളിങ്ങിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓപ്പറേഷനിലൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അറബിക്ക് അറിയാമെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൽ ID വേണ്ടവർ എനിക്ക് കമന്റ് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അമാൻ ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസി കാണാം കേട്ടോ. OR ഷെഡ്യൂളർ എന്നാണ് പോസ്റ്റിന്റെ പേരിട്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ HR-ന്റെ അഡ്മിൻ്റെ ഒക്കെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ ഒരു വേക്കൻസി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന ഗൾഫ് ടെക്നിക്കൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇട്ടിരിക്കുന്നത്. അവരതിന്റെ മെയിൽ ഐഡിയും വാട്സപ്പ് നമ്പറും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. HR അല്ലെങ്കിൽ അഡ്മിൻ ഓഫീസർ. പിന്നെ അപ്പോൾ HR-ലൊക്കെ എക്സ്പീരിയൻസും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ട് ഖത്തറിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന്റെ മെയിൽ ഐഡിയും വാട്സപ്പ് നമ്പറും വേണമെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് സോൺ എന്ന് പറഞ്ഞ മാൻപവർ റിക്രൂട്ടിംഗ് ഏജൻസി ഷെഫിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 വർഷത്തെ എക്സ്പീരിയൻസ്, GCC എക്സ്പീരിയൻസ് ഒക്കെ ഷെഫായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിന് ഖത്തറയുടെയും NSC ഒക്കെ വേണം. ലോക്കൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഷെഫിന്റെ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കാൻഡിഡേറ്റ് സോൺ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണ് ഇന്ന് പറയാനുള്ളത്. മെയിനായിട്ട് ട്രെയിനേഴ്സിന്റെ വേക്കൻസിയാണ്. 2 OR ഷെഡ്യൂളർ, 3 HR അല്ലെങ്കിൽ അഡ്മിൻ ഓഫീസർ, 4ാമത്തെ ഷെഫ്. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ജോലി നോക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.